സാരംഗി ഓൺലൈൻ കളക്ഷൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമുക്കറിയാം നമ്മുടെ വയനാട് ദുരന്തം നമുക്ക് എല്ലാവരും ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് 2 ദിവസം വീഡിയോ ഇടാതിരുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അത്. അപ്പോൾ നമുക്കിന്ന് ബംഗാൾ കോട്ടന്റെ വീഡിയോ തന്നെ ചെയ്യാം. ഒത്തിരി ആൾക്കാർ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബംഗാൾ കോട്ടൺ. നമ്മൾ ഇഷ്ടംപോലെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നേരം ഞാൻ ഇന്നത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓരോന്നോരോന്നായിട്ട് കാണിച്ച് ഞാനത് ആ കൂടെ അങ്ങ് പറഞ്ഞു പോകാം കേട്ടോ. ഇതാണ് ഒന്നാമത്തെ സാരി. നല്ലൊരു വൈറ്റ് കളർ, മിൽക്കി വൈറ്റ് ആണ് കേട്ടോ കളറ്. ചില ആൾക്കാർ പറയാറുണ്ട് വൈറ്റ് എന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും. ഇത് കാണുമ്പോൾ അറിയാവുന്നതാണ് എന്റെ വിചാരം. ഇത് വയലറ്റ് ആണ് ബോർഡർ വരുന്നത്. ചെറിയൊരു എന്താ പറയാ ലാവണ്ടർ കളർ പോലത്തെ ഒരു വയലറ്റ്, അതാണ് ബോർഡർ വരുന്നത്. ഇത് സാരി നമ്പർ 1. ഞാൻ വീണ്ടും പറയുന്നു, സാരിയുടെ നമ്പർ പറയുക. നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സാരിയുടെ നമ്പർ വെച്ചെടുത്തില്ലേലും എനിക്ക് കുഴപ്പമില്ല. സാരിയുടെ നമ്പർ ഏതാന്ന് പറയണം. എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. കാരണം ഓരോരുത്തരും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ നമ്പർ ഒന്ന് എടുത്തു വെച്ചിട്ട്, അല്ല സാരികൾ എടുത്തു വെച്ചിട്ടല്ല നമ്മൾ ഓർഡർ എടുക്കുന്നത്. നമ്പർ അങ്ങ് പറഞ്ഞ് ഓർഡർ എഴുതി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് ഓർഡർ തരിക. അതായത് ചില ആൾക്കാർ ഞങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടില്ലല്ലോ, അതിനു മുമ്പ് എല്ലാം തീർന്നു എന്ന് ചോദിക്കും. സ്കിപ്പ് ചെയ്ത് കണ്ടാണെങ്കിലും പിന്നീട് നിങ്ങൾ വിശദമായിട്ടിരുന്ന് കണ്ടോളുക. സ്കിപ്പ് ചെയ്ത് കണ്ട് ബുക്ക് ചെയ്യുക. അതിനുശേഷം പൈസയൊക്കെ അടയ്ക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് പിന്നീട് സംസാരിക്കാം. ഇതാണ് ഒന്നാമത്തെ സാരി. നല്ലൊരു വൈറ്റ് കളറാണ്. കുറച്ച് സ്പീഡിൽ പോകും, കുറെ സാരികൾ കാണിക്കാറുണ്ട്. ഇതാണ് പല്ലു വരുന്നത് കേട്ടോ. ഇതിന്റെ പ്രൈസ് 499 തന്നെയാണ്. പ്രൈസിലൊന്നും വ്യത്യാസമില്ല. 60 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. 2 സാരി വരുമ്പോൾ 70 രൂപ, 3 സാരി ആണെങ്കിൽ 70 രൂപയായിരിക്കും. അതിനുശേഷമാണ് ചേഞ്ചസ് വരിക. കാരണം വെയിറ്റ് കൂടുന്ന അനുസരിച്ച് അതും വ്യത്യാസം വരും. നല്ലൊരു ഗ്രീൻ കളർ, രണ്ടാമത്തെ സാരിയാണ്. നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ സാരി വരുന്നത്. ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ഇങ്ങനെ വരും. നല്ലൊരു ഗ്രീനാണ് കേട്ടോ. വീഡിയോയിൽ എന്തായാലും കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇതാണ് പല്ലു. സാരി നമ്പർ 2. നല്ല കോട്ടൺ സാരിയാണ്. ബംഗാൾ കോട്ടൺ സാരി തന്നെയാണ് ഇത്. ഞാൻ പറഞ്ഞ ബംഗാൾ കോട്ടൺ സാരി തന്നെ പല ക്വാളിറ്റി, പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധാ ബംഗാൾ കോട്ടൺ സാരിയാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഇത് നോക്കിക്കേ. ഇതൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. നമ്മൾ സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും സാരിയുടെ ഭംഗി. ഇത് നല്ലൊരു ഒലീവ് ഗ്രീൻ പോലത്തെ ഒരു കളറിൽ മെറൂൺ ആണ് ബോർഡർ വരുന്നത്. ഒലീവ് ഗ്രീൻ പോലത്തെയാണ് കേട്ടോ ഇത് വരുന്നത്. വീഡിയോയിൽ എന്താ വരുന്നത് അത്രയും നല്ല കളർ ആയിരിക്കില്ല വരുന്നത്. ഭയങ്കര തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഒലീവ് ഗ്രീൻ അല്ല, ഇത്തിരി ലൈറ്റ് ആണ്. ഇതാണ് സാരി നമ്പർ 3. പല്ലു പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ വരും പല്ലു. കൂടുതലൊന്നുമില്ല. പല്ലു എന്തെങ്കിലും എടുത്തു പറയത്തക്ക പല്ലു ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. അടുത്ത സാരി നമ്പർ 4 ഇങ്ങനെ വരും. ഒരു പോച്ചമ്പള്ളി ഡിസൈൻ ഉള്ള ബോർഡർ ആണ് വരുന്നത് കേട്ടോ. ഇതില് ഇങ്ങനെ ഈ ബോർഡറിന്റെ മുകളിൽ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ഇടയ്ക്ക് ഇത് ഇങ്ങനെ വരും കണ്ടോ. ഇങ്ങനെ ഒരു ചെറിയൊരു ചെക്കിന്റെ പോലെയാണ് ഇടയ്ക്ക് വരിക. ഇതിന് പ്രത്യേകിച്ച് ഒരു പല്ലു എടുത്തു പറയത്തക്ക ഒരു പല്ലു, സോറി കേട്ടോ, ഇതാണ് കേട്ടോ പല്ലു. പറഞ്ഞപ്പോ തെറ്റിപ്പോയി. ഇതാണ് ബോഡി പാർട്ട് വരുന്നത്. ഇങ്ങനെ വരും. ഒരു ചെക്ക് പോലെയാണ് ബോഡി പാർട്ട്. ഇങ്ങനെ സാരി നമ്പർ 4 ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 499 പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും. പ്യുവർ കോട്ടൺ സാരിയാണ്. തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ത്രെഡിന്റെ വീവിംഗ് ആണ് ഇതിൽ പോണത്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു മെറൂൺ കളറിൽ ലാവണ്ടർ കളർ പോലത്തെ ഒരു ബോർഡർ വരുന്നു. സാരി നമ്പർ 5 ആണിത്. നമ്മൾ ഡാമേജ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് സാരി അയക്കുക. ഒരു ഡാമേജ് ഒന്നും പേടിക്കണ്ട. പിന്നെ കളറ്, മെറ്റീരിയൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചതിന് ശേഷമാണ് സാരി വാങ്ങാവൂ. നമുക്ക് റിട്ടേൺ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡാമേജ് ആണെങ്കിൽ മാത്രമാണ് റിട്ടേൺ. ഇപ്പൊ നമ്മൾ ഡാമേജ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഇങ്ങനെ വരും. അടുത്ത സാരി ഈ കളറാണ് കേട്ടോ. ഒരു നല്ലൊരു കളർ, ഒരു ചോക്ലേറ്റ് കളർ. സാരി നമ്പർ 6 ആണ്. അതിൽ കുഞ്ഞു കുഞ്ഞു ബുട്ട ഡിസൈൻ ആണ് വരുന്നത്. ബോർഡർ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇതിന്റെ പല്ലു ഇങ്ങനെ വരും. സാരി നമ്പർ 6. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കളർ ഞാൻ വീണ്ടും പറയുന്നു, കളറിനെ കുറിച്ചോ മെറ്റീരിയലിനെ കുറിച്ചോ അറിയില്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ടേ വാങ്ങാവൂ കേട്ടോ. അയ്യോ ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു, ഈ മെറ്റീരിയൽ അല്ല വിചാരിച്ച് അങ്ങനെയൊന്നും ഒത്തിരി ഒന്നും വിചാരിക്കണ്ട. 499 രൂപയുടെ സാരിയാണ്. നമുക്ക് സാധാരണ ഒരു കോട്ടൺ സാരി അത്ര വിചാരിച്ചാൽ മതി. സാരി നമ്പർ 7 നല്ലൊരു ചെക്ക് പോച്ചമ്പള്ളി ഡിസൈൻ ആണ് വരുന്നത്. ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഒരു എന്താ പറയാ ക്രീം അല്ല, ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇത് ഇച്ചിരി ഡാർക്കാ. ഇങ്ങനെ വരും സാരി നമ്പർ 7. ഇതിന്റെ പല്ലു കാണിക്കാം.
പോച്ചമ്പള്ളി ഡിസൈനൊക്കെ എപ്പോഴും ഡിമാൻഡുള്ള സാരിയാണ്. ഇങ്ങനെ വരും സാരി നമ്പർ 7. അടുത്തത് സാരി നമ്പർ 8 ആണ്. നല്ലൊരു മെറൂൺ കളറാണ്. വീഡിയോയിൽ റെഡ് ആയിട്ടാണ് വരുന്നത്. റെഡ് അല്ല, മെറൂൺ കളറാണ് കേട്ടോ. ഡാർക്ക് മെറൂൺ അല്ല, നമ്മുടെ ലൈറ്റ് മെറൂൺ ഇല്ലേ, ആ മെറൂൺ കളർ. ഇതിങ്ങനെ വരും. ബോർഡറിൽ ഒരു ചെറിയൊരു ഗ്രീൻ കളറിലാണ് ഇങ്ങനത്തെ ഇത് വരുന്നത്. പല്ലു പ്രത്യേകിച്ച് പല്ലു ഒന്നുമില്ല കേട്ടോ. അത് ഇങ്ങനെ സാധാ ഒരു പല്ലു ഇങ്ങനെ വരും പല്ലു കണ്ടോ. ഇത് സാരി നമ്പർ 8 ആണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ ദിവസമൊക്കെ ഞാനിത് പറഞ്ഞെങ്കിലും വീണ്ടും സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങോട്ട് അയക്കും. നമ്പർ ഉണ്ടാവില്ല അതിനകത്ത്. അപ്പൊ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ, അത് ഉണ്ടോന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല, ഉണ്ടോന്നും അറിയില്ല. അടുത്തത് സാരി നമ്പർ 9. നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു പേസ്റ്റൽ കളറാണ്. പീച്ചിന്റെ ഒക്കെ ഒരു പേസ്റ്റൽ കളർ പോലത്തെ ഒരു കളറാണ്. ഇങ്ങനെ വരും സാരി. പല്ലു പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പല്ലു ഇങ്ങനെ വരും, ഇങ്ങനെ വരും. പ്രത്യേകിച്ചൊന്നും ഇല്ല. പല്ലു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തെടുത്ത് കാണിക്കാം. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഒത്തിരി പേര് പരാതിയും പരിവും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് പിന്നെ ചില ആൾക്കാർ വന്നു, ഞങ്ങൾ കുറച്ചു നേരമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇതുവരെ മെസ്സേജ് എടുത്തില്ല. നമ്മൾ ഒരാൾ അത് ഓർഡർ എടുത്ത് അതിന്റെ കൺഫർമേഷൻ എടുത്തതിന് ശേഷമാണ് അടുത്ത മെസ്സേജ് എടുക്കുകയുള്ളൂ കേട്ടോ. ഇത് നല്ലൊരു ഗോൾഡൻ കളറ്. അതിൽ ഇങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ബോർഡർ ഇങ്ങനെ വരും. നല്ല അടിപൊളി സാരി കേട്ടോ. എല്ലാം ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അടുത്തത് ചോദിക്കുക. ഒന്നും കിട്ടിയില്ലെങ്കിലും വിഷമിക്കുക. അടുത്ത ദിവസം വീണ്ടും വരുന്നുണ്ട്. എപ്പോഴെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. സാരി നമ്പർ 10 ആണ് കേട്ടോ. ഇങ്ങനെ വരും പല്ലു. അടുത്തത് സാരി നമ്പർ 11. അടിപൊളി സാരി കേട്ടോ. എന്താ പറയാ, നമ്മുടെ ഒരു ജാംദാനി ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട് കണ്ടോ. നല്ലൊരു വയലറ്റിന്റെ ഒരു ലൈറ്റ് അല്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അതിൽ ഇത് മുഴുവൻ ത്രെഡിന്റെ വീവിംഗ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുന്നു, ഇത് ത്രെഡിന്റെ വീവിംഗ് ആണ്, പ്രിന്റ് അല്ല. ഇങ്ങനെ വരും സാരി നമ്പർ 11. ഇങ്ങനെ വരും പല്ലു. നല്ല അടിപൊളി പല്ലു ആണ് കേട്ടോ ഇതിന്റെ. ഇത് സാരി നമ്പർ 11. അടുത്ത സാരി നമ്പർ 12. നല്ലൊരു ലൈറ്റ് ഗ്രീൻ, നല്ലൊരു ഫ്ലൂറസെന്റ് ഗ്രീൻ എന്ന് പറയില്ലേ, നല്ല അടിപൊളി കളറാണ്. ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സാരിയാണ്. പ്രത്യേകിച്ച് ഒത്തിരി ആർഭാടങ്ങളൊന്നും ഇല്ല സാരിയിൽ. ഇടയ്ക്കിടയ്ക്ക് ബുട്ട ഡിസൈൻ ഒന്നുമില്ല. ബോർഡറിൽ ഇത് ഇങ്ങനെ ഒരു ടെമ്പിൾ ബോർഡർ ആണ് വരുന്നത്. നല്ല അടിപൊളി സാരി കേട്ടോ. ഇങ്ങനെ വരും പല്ലു. എല്ലാ സാരികളും അടിപൊളി തന്നെയാണ്. പ്യുവർ കോട്ടൺ ആണ്, 100% കോട്ടൺ ആണ്. ഇത് നമുക്കറിയാലോ, വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ഇതും ഇല്ലാതായി പോകും. ആ സമയം കഞ്ഞി മുക്കി നമ്മൾ അല്ലെങ്കിൽ സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി കളറാണ്. നല്ല അടിപൊളിയായിട്ടിരിക്കും ഈ സാരി. നല്ലൊരു ഗോൾഡൻ കളർ കേട്ടോ. നല്ല ഡാർക്ക് ഗോൾഡൻ കളർ ഇങ്ങനെ വരും. കസവൊന്നുമില്ല അതിനകത്ത്. ഇങ്ങനെ ഒരു ബോർഡർ ആണ് കേട്ടോ വരുന്നത്. സാരി നമ്പർ 13 ആണ്. ബംഗാൾ കോട്ടൺ മിക്കവാറും 7:30 8 ഇടയ്ക്കായിരിക്കും കേട്ടോ ഇടുന്നത്. ബാക്കിയുള്ള വീഡിയോകൾക്ക് അങ്ങനെ ഞാൻ ചിലപ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആകും. പക്ഷെ ബംഗാൾ കോട്ടൺ എല്ലാവരും നോക്കിയിരിക്കുന്ന കാരണം 7:30 8 ഇടയ്ക്കായിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ താമസിക്കുന്നത്. അടുത്തൊരു ബേജ് കളർ. അതിൽ ബ്ലാക്ക് ആണ് പ്രിന്റും ബോർഡറും വരുന്നത്. സാരി നമ്പർ 14 ആണ്. ഇങ്ങനെ വരും. പല്ലു പ്രത്യേകിച്ചൊരു പല്ലു ഒന്നുമില്ല. അതെ ഇങ്ങനത്തെ പല്ലുവാണ് കേട്ടോ. സാരി നമ്പർ 14. അടുത്ത സാരി നമ്പർ 15. നല്ലൊരു പെയിൽ യെല്ലോ കളറാണ് കേട്ടോ. ഡാർക്ക് യെല്ലോ അല്ല, ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ. പല്ലു ദേ ഇങ്ങനെ വരും. അടിപൊളി പല്ലുവാണ്. സാരി വിത്തൗട്ട് ബ്ലൗസ് ആണ്. ബ്ലൗസ് ഇല്ല കേട്ടോ സാരിക്ക്. സാരിയുടെ ലെങ്ത് 5 10 തൊട്ട് 5.5 മീറ്ററിനുള്ളിലാണ് ലെങ്ത് വരുന്നത്. അതുകൊണ്ട് വണ്ണവും പൊക്കവും ഒക്കെ ഉള്ളവര് എന്തെങ്കിലും ലൈനിങ്ങിന്റെ തുണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. സാരി നമ്പർ 16 ഇങ്ങനെ വരും. നല്ലൊരു ഗോൾഡൻ കളറിൽ മെറൂൺ കളർ ബോർഡർ വരുന്നു. അടിപൊളി സാരി തന്നെയാണ് കേട്ടോ. പല്ലു ഇത് ഇങ്ങനെ വരും. ഇതാണ് പല്ലു. സാരി നമ്പർ 16. അടുത്തത് സാരി നമ്പർ 17. നല്ലൊരു ഗ്രീൻ കളർ. ഇങ്ങനെ വരും.
നല്ല അടിപൊളി സാരി കേട്ടോ. എന്താ ഒരു നല്ലൊരു ഗ്രീൻ, നമ്മുടെ സഫയർ ഗ്രീൻ്റെ ഒക്കെ ഡാർക്ക്, അതിലിങ്ങനെ ഒരു ബോർഡറിന്റെ അവിടെ ഇങ്ങനെ ഒരു തൊട്ട് മുകളിലായിട്ട് കുറച്ച് ഭാഗത്ത് ലൈറ്റ് ആയിട്ട്. മുമ്പേ ഒരു സാരി ഇതുപോലെ തന്നെ ഞാൻ കാണിച്ചിരുന്നു, അത് തന്നെ സെയിം. ഇങ്ങനെ വരും പല്ലു. ഇത് സാരി നമ്പർ 17. സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. അടുത്ത നല്ലൊരു ഗോൾഡൻ കളർ, നല്ല അടിപൊളി സാരി. എപ്പോഴും എന്താ ഡിമാൻഡ് ഉള്ളൊരു സാരിയാണ് ഗോൾഡൻ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, ഗോൾഡൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. നല്ല സാരിയാണ്. ഇതിനകത്ത് എല്ലാ സാരികളും തന്നെ നല്ലതാണ്. പിന്നെ ഒത്തിരി എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. സാധാരണ കോട്ടൺ സാരിയാണ്, ത്രെഡ് വീവിംഗ് ഉള്ള സാരിയാണ്. നമുക്ക് അത്യാവശ്യം ഒരു നോർമൽ യൂസിനും ഒക്കെ പറ്റും. സാരി നമ്പർ 18 ആണ് കേട്ടോ. അതുപോലെ വീട്ടിലെടുക്കുന്ന അമ്മമാർക്ക് ഒക്കെ കോട്ടൺ സാരി ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരില്ല, അവർക്കൊക്കെ നല്ല പ്രയോജനപ്പെടും. ഇങ്ങനെ വരും. സാരി നമ്പർ 18 ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചേ. അടുത്ത സാരി നമ്പർ 19. നല്ലൊരു ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ സെറി ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെ വരും. സാരി നമ്പർ 19. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നതാണ്, സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് 50 സാരിയോളം കാണിക്കുന്നുണ്ട്. എല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്യാനിരിക്കാതെ ആദ്യം ഇഷ്ടപ്പെടുന്നത് ബുക്ക് ചെയ്യുക കേട്ടോ. സാരി നമ്പർ 19 സ്കിപ്പ് ചെയ്ത് കണ്ട് ബുക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ ഇരുന്ന് സാവകാശം വീഡിയോ കണ്ട് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കുക. പിന്നെ ബുക്ക് ചെയ്യുന്നവരെ എടുക്കുന്നില്ലെങ്കിൽ വെറുതെ ബുക്ക് ചെയ്യല്ലോ കേട്ടോ. ചില ആൾക്കാർ കുറെ നമ്പറിങ് ചോദിക്കും, അപ്പൊ നമ്മൾ അതെല്ലാം എഴുതി വെക്കും ബുക്ക് ചെയ്യുന്നതെന്ന് ഓർത്ത്. അത് കഴിയുമ്പോൾ കുറച്ചേരം കഴിഞ്ഞാൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. സാരി നമ്പർ 20 ഇങ്ങനെ വരും. നല്ലൊരു ഒരു എന്താ പറയാ, ലാവൻഡർ കളർ പോലത്തെ ഒരു കളർ, ലൈറ്റ് വയലറ്റ് കളർ. ഇങ്ങനെ വരും. ഇങ്ങനെ വരും പല്ലു. അടുത്ത സാരി നമ്പർ 21. നല്ല വൈൻ കളറിൽ, നല്ല ഗ്രീൻ കളർ, നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ കസവ്. നല്ല അടിപൊളി സാരി തന്നെ കേട്ടോ. ഇങ്ങനെ വരും. സൂപ്പർ സാരിയാ. സാരി നമ്പർ 21. പല്ലു സാധാ പല്ലു തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ പല്ലു. അടുത്തത് സാരി നമ്പർ 22. ഇങ്ങനെ വരും. നല്ലൊരു ലൈറ്റ് ഒലീവ് ഗ്രീൻ കളറിൽ ഇങ്ങനെ ബോർഡർ ഇങ്ങനെ വരും. നല്ല അടിപൊളി ബോർഡർ. ഇതൊക്കെ എപ്പോഴും ഡിമാൻഡായി. ഒലിവി ഗ്രീൻ കളറിനൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സാരികളാണ്. പല്ലുതേ ഇങ്ങനെ വരും കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. സാരി നമ്പർ 22. അടുത്തത് സാരി നമ്പർ 23. കളറൊക്കെ ചോദിച്ചിട്ട് ഞാൻ വീണ്ടും പറയുന്നു, കളറ് മെറ്റീരിയൽ ഇതൊക്കെ ചോദിച്ചിട്ട് എടുക്കുക. അതിന്റെ പേരിൽ റിട്ടേൺ എക്സ്ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം ഇതൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ട് ഓരോരുത്തരും എടുത്തിട്ട് വീണ്ടും ഇതല്ലല്ലോ കളർ എന്നൊക്കെ അങ്ങനെ തോന്നണ്ട. നല്ല കളർ തന്നെയല്ല. 23 ആണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, നമ്മളൊരു മജന്തയും മെറൂണോട് ചേർന്ന് വരുന്നൊരു കളറാട്ടോ ഇത്. വീഡിയോയിൽ അങ്ങനെ എല്ലാവർക്കും വരുന്നത്. നല്ല മജന്തയും മെറൂണും കൂടെ ചേർന്ന് വരുന്നൊരു കളറില്ലേ, അടിപൊളി കളറാ. ഇങ്ങനെ വരും. സാരി നമ്പർ 23 ഇങ്ങനെ വരും പല്ലു. അടുത്തത് സാരി നമ്പർ 24. ഇതുപോലത്തെ ഒരു സാരി കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ബോർഡർ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിനകത്തുണ്ടായിരുന്നു. സാരി നമ്പർ 24. സാരി ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിന് സോൾഡ് ഔട്ട് ആവും. ഞാൻ വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് കിട്ടാത്തവര് പെട്ടെന്ന് ചോദിക്കണം കേട്ടോ. ആദ്യം വരുന്ന മെസ്സേജുകളാണ് നമ്മൾ എടുക്കുന്നത്, അല്ലാതെ ആർക്കും പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷനും നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നമ്മൾ ആ താഴെ അങ്ങ് മെസ്സേജ് എടുത്തങ്ങ് പോവാണ്, അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച്. സാരി നമ്പർ 25 ഇങ്ങനെ വരും. ഒരു മസ്റ്റാർഡ് യെല്ലോ കളറില് ഇങ്ങനെ വരും. ഇതാണ് പല്ലു. അടുത്തത് സാരി നമ്പർ 26. നല്ലൊരു ക്രീം കളറില് ഗോൾഡന്റെ ചെക്ക് ആട്ടോ വരുന്നത്. ഇതുപോലത്തെ ഒരു സാരി കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാ. സാരി നമ്പർ 26. നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയൊക്കെ. അതെ ഉണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പൊ ആർക്കും അതുകൊണ്ട് തന്നെ ഷേപ്പായിട്ടിരിക്കും, നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കും. സാരി നമ്പർ 26 ആണ് കേട്ടോ. ഇതിന്റെ പല്ലു ഇതേ ഇങ്ങനെ വരും. കണ്ടോ പല്ലു.
അടുത്തത് സാരി നമ്പർ 27. നല്ലൊരു മജന്ത കളറില് ഒരു ഗ്രീൻ കളറാണ് ബോർഡർ വരുന്നത്. നല്ല അടിപൊളി സാരി കേട്ടോ. മജന്ത പോലത്തെ ഒരു കളറ്, അതില് ഒരു പിങ്ക് ആൻഡ് മജന്ത കോമ്പിനേഷൻ. ഇങ്ങനെ വരും പല്ലു. സാരി നമ്പർ 27. നല്ലൊരു കളറാണ് കേട്ടോ ഇത്. വീഡിയോയിൽ അത്രയും നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും വരുന്നത്. നല്ലൊരു കളർ തന്നെയാണ്. അടുത്ത സാരി നമ്പർ 28. നല്ല മിൽക്കി വൈറ്റ് കളറിൽ ഒരു ഗ്രീൻ കളർ പോലത്തെ ഒരു ബോർഡർ വരുന്നു. നല്ല വൈറ്റ് കളറാണ് കേട്ടോ. മിൽക്കി വൈറ്റ് കളറാണ്, ഓഫ് വൈറ്റ് അല്ല. ഇതാണ് പല്ലു. സാരി നമ്പർ 28. എല്ലാത്തിൻ്റെയും പ്രൈസ് സെയിം ആണ്. എപ്പോഴെപ്പോഴും പ്രൈസ് പറയാത്ത അറിയാമല്ലോ. ഞാൻ കുറെ ഇതിപ്പോ 10ാമത്തെയാണ് നമ്മുടെ ബംഗാൾ കോട്ടന്റെ വീഡിയോ, അതുകൊണ്ടാണ്. അടുത്തത് സാരി നമ്പർ 29. നല്ല ഗോൾഡൻ യെല്ലോയില് മെറൂൺ കളർ ബോർഡർ. സാരിക്കൊക്കെ നല്ല വെയിറ്റാ, എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കട്ടിയുണ്ട്. ചിലതിനൊക്കെ കുറച്ച് കട്ടി കുറവായിരിക്കും. ഇത് സാരി നമ്പർ 29. ഇപ്പൊ ആർക്കും കട്ടിയുള്ള സാരികളൊന്നും വലിയ ഇഷ്ടമില്ലല്ലോ. കണ്ടോ, ഇങ്ങനെ വരും. ഇതാണ് പല്ലു. സാരി നമ്പർ 29. അടുത്തത് സാരി നമ്പർ 30. നല്ലൊരു കളർ, ചോക്ലേറ്റ് കളർ. സാരി നമ്പർ 30. നല്ലൊരു എന്താ ചോക്ലേറ്റ് കളർ, ചിക്കു കളർ, ചോക്ലേറ്റ് കളറൊക്കെ അടുത്തടുത്ത കളറുകളാണല്ലോ. അതുപോലത്തെ ഒരു കളർ ഇങ്ങനെ വരും. നിറയെ കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ഉണ്ട് കേട്ടോ. സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്. ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള സാരി ഒന്നുമല്ല. നല്ലൊരു കളറാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാരി. ഇങ്ങനെ വരും. സാരി നമ്പർ 30. 499 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് സാരി നമ്പർ 31. നല്ലൊരു എന്താ പറയാ, നല്ലൊരു കളറ് വരും. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എപ്പോഴും ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് സാരി വാങ്ങാവുള്ളൂ. സാരി നമ്പർ 31. അടുത്തത് സാരി നമ്പർ 32. നല്ലൊരു കളർ, നല്ല ഡാർക്ക് കളർ. സാരി നമ്പർ 32. നല്ലൊരു എന്താ ബ്രിക്ക് റെഡ് അല്ല, എന്നാലും ഇച്ചിരി ഒരു നല്ല കളർ. സാരി നമ്പർ 32. ഇതിനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ബോർഡറൊക്കെ നല്ല ഭംഗിയുള്ള ബോർഡർ. ഒത്തിരി വലിയ വർക്കൊന്നും ഇതിനകത്തില്ല. പല്ലു ഇതേ ഇങ്ങനെ വരും. സാരി നമ്പർ 32. അടുത്തത് സാരി നമ്പർ 33. നല്ല അടിപൊളി സാരി കേട്ടോ. നല്ലൊരു ബേജ് കളറില് നിറയെ വർക്ക്. സാരി നമ്പർ 33. ഇതായിരിക്കും എല്ലാവരും മിക്കവാറും എല്ലാവരും തന്നെ ഈ സാരി ചോദിക്കും. പല്ലുവൊക്കെ നല്ല അടിപൊളി പല്ലുവാ. ഉണ്ടോ? സാരി നമ്പർ 33. ഒരു ക്രീം കളറാണ് കേട്ടോ. ബേജ് കളറിനോട് ചേർന്ന് വരുന്ന ഒരു ക്രീം കളർ. അടിപൊളി സാരിയാ. അടുത്തത് സാരി നമ്പർ 34. സാരി ഇതുപോലത്തെ സെയിം സാരി നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ചില സാരികളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരും. ചില സാരികൾ ഒരു കളറോ ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരില്ല. ഇങ്ങനെ വരും ചെക്ക്. ഇത് പല്ലു പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇത് ഇങ്ങനെ പല്ലു. സാരി നമ്പർ 34. അടുത്തത് സാരി നമ്പർ 35. നല്ലൊരു കളറാ കേട്ടോ. പീച്ചിന്റെ ഒക്കെ ഡാർക്ക് വരില്ലേ, ഇങ്ങനെ വരും. സാരി നമ്പർ 35. ഇങ്ങനെ വരും. നല്ല അടിപൊളി കളറാ. കണ്ടോ? സാരി നമ്പർ 35. ഇത്രയും ബ്ലൗസാണ് കേട്ടോ. സാരിക്ക് ബ്ലൗസ് ഇല്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആർക്കെങ്കിലും ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അടുത്തത് സാരി നമ്പർ 36. നല്ലൊരു സാരിയാണ്. നല്ല എന്താ ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഇങ്ങനെ വരും. സാരി നമ്പർ 36. അതിൽ നല്ലൊരു ബോർഡർ ഒക്കെ വരുന്നുണ്ട്. ഇതാണ് പല്ലു. അടിപൊളി സാരി. സാരി നമ്പർ 36. നമ്പർ പറയാൻ മറക്കരുത് കേട്ടോ. നമ്പർ ഇല്ലാതെ എനിക്കൊന്ന് ഓർഡർ പറഞ്ഞ് കൺഫ്യൂഷൻ ആയിപ്പോവും. വീണ്ടും അത്രയും കൂടി ഡിലേ ആവും. അടുത്ത ആളെന്ന് നമ്പർ വെച്ചിട്ട് പറയുമ്പോൾ നമുക്കത്
കൊടുക്കേണ്ടിയും വരും. കാരണം ചില ആൾക്കാർ നമ്പർ മാത്രമായിരിക്കും പറഞ്ഞത്, അപ്പൊ ആ സാരി ബുക്കിംഗ് ആയി പോയിട്ടുണ്ടാവും. അടുത്തത് നല്ലൊരു എന്താ പറയാ പീകോക്ക് ബ്ലൂ കളർ അല്ലെ, അതുപോലത്തെ ഒരു സാരി. ഇതിൽ നിറയെ ബുട്ട ഡിസൈൻ മാത്രമേ ഉള്ളൂ, ബോർഡർ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ സാരിയാണ് കേട്ടോ. ഇതിന്റെ പല്ലുതേ ഇങ്ങനെ വരും. സാരി നമ്പർ 37. നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഭയങ്കര എടുത്തു നിൽക്കുന്ന ഒരു കളറൊന്നും അല്ല, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറല്ല, പക്ഷെ നല്ലൊരു കളറാണ്. അടുത്തത് സാരി നമ്പർ 38. നല്ല അടിപൊളി സാരിയാണ്. ഇങ്ങനെ വരും, നല്ല ലൈറ്റ് ഗ്രീൻ, ഒലിവ് ഗ്രീൻ തന്നെയാണ്, ലൈറ്റ് ഗ്രീൻ. അതിലിങ്ങനെ വരും. പല്ലു കാണിക്കാം. പല്ലുവില് പ്രത്യേകിച്ച് അങ്ങനെ പല്ലു ഒന്നുമില്ല, എങ്കിലും ദേ ഇങ്ങനെ വരും. നല്ല ഇങ്ങനത്തെ ഒരു പല്ലു കേട്ടോ, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പല്ലു. സാരി നമ്പർ 38 ആണ്. നല്ല ഭംഗിയുള്ള സാരികളാണ് കേട്ടോ എല്ലാം. സാധാ കോട്ടൺ സാരികൾ, ബംഗാൾ കോട്ടൺ സാരികൾ തന്നെ, സാധാ കോട്ടൺ സാരികൾ. അടുത്തത് സാരി നമ്പർ 39. നല്ലൊരു ഗ്രീൻ കളർ. സാരി നമ്പർ 39 ഇങ്ങനെ വരും. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും അയക്കുക. കൊറിയർ വേണ്ടവർക്ക് കൊറിയർ ചെയ്തു തരാം, പക്ഷെ റേറ്റ് കൂടുതലാവും. കൊറിയറിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്, സ്ഥലവും വെയിറ്റും അനുസരിച്ച് റേറ്റ് കൂടുതലാവും. അതേസമയം പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ ഓൾ ഇന്ത്യ നമുക്ക് വെയിറ്റ് അനുസരിച്ച് മാത്രമാണ് മാറുന്നുള്ളൂ കേട്ടോ. പറഞ്ഞാൽ മതി വേണ്ടവര്. അടുത്ത സാരി നമ്പർ 40. നല്ലൊരു ഡാർക്ക് എന്താ പറയാ കോഫി ബ്രൗൺ പോലത്തെ ഒരു കളർ. അതിനകത്ത് വയലറ്റ് ആണ് ഇങ്ങനെ വരുന്നത്. അതിന്റെ ബോർഡർ വരുന്നത് പോച്ചമ്പള്ളി ഡിസൈൻ വരുന്ന ബോർഡറാണ് വരുന്നത്. സാരി നമ്പർ 40 ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോയില് മറ്റേ ബംഗാൾ കോട്ടൺ സാരികൾ ചോദിച്ചാൽ ഒന്നും അവൈലബിൾ അല്ല. ബംഗാൾ കോട്ടൺ സാരികൾ വീഡിയോ ഇട്ടാൽ അരമണിക്കൂറുള്ളിൽ കംപ്ലീറ്റ് തീരും. ഈ 50 സാരി ഇട്ട് 50 സാരി തന്നെ തീരും. ചില സാരികൾ 1-2 സാരികളാണ് പിന്നെ ബാലൻസ് വരുള്ളൂ. അത് പിന്നെ 1-2 ദിവസത്തിൽ തന്നെ അതും തീരും. അതുകൊണ്ട് പഴയ വീഡിയോയിൽ ഒന്നും ചോദിക്കേണ്ട കേട്ടോ, ഒന്നും ഉണ്ടാവില്ല. സാരി നമ്പർ 40. അടുത്തത് സാരി നമ്പർ 41. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ഉണ്ടോ, ഇങ്ങനെ വരും. അടിപൊളി സാരിയാണ് കേട്ടോ, ഉണ്ടോ ഇങ്ങനെ വരും. സാരി നമ്പർ 41. ഇതിന്റെ പല്ലു ഇങ്ങനത്തെ പല്ലു. സാരി നമ്പർ 41. അടുത്ത സാരി നമ്പർ 42. നല്ല അടിപൊളി സാരി കേട്ടോ, എല്ലാ സാരിയും അടിപൊളിയാ. ബോർഡറിലൊരു വ്യത്യാസമുണ്ട്. ഇത് നല്ല, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നല്ല മജന്തയും മെറൂണോടെ ചേർന്ന് വരുന്നൊരു ഡാർക്ക്, ഒരു എന്താ പറയാ റെഡും മെറൂണോടെ ചേർന്ന് വരുന്നൊരു കളറ്. അതില് ഈ ബോർഡർ നോക്കൂ, നല്ല ഗോൾഡനും ഗ്രീനും കൂടിയാണ് വരുന്നത് ബോർഡർ. നല്ല അടിപൊളി സാരി തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സാരി, കാരണം ചിലപ്പോൾ വീഡിയോയിൽ അത്രയും ഭംഗി വരുന്നുണ്ടാവില്ല, പക്ഷെ നല്ല സാരി. സാരി നമ്പർ 42 ഇങ്ങനെ വരും. അടുത്ത സാരി നമ്പർ 43. നല്ലൊരു എന്താ പറയാ നല്ല കളറ്, നല്ല സൂപ്പർ കളർ. ബോർഡറൊക്കെ ഇങ്ങനെ വരും കണ്ടോ, നല്ലൊരു ഓറഞ്ചിന്റെ ഒരു ഷെയ്ഡ്, പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട് സാരിക്ക്. സാരി നമ്പർ 43. ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ വീണ്ടും വീണ്ടും കാണിക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴൊക്കെ നമ്പർ കാണാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതിന്റെ തന്നെ സെയിം ഒരു സാരി മുമ്പേ കാണിച്ചിരുന്നു. സാരി നമ്പർ 44 ഇങ്ങനെ കാണിച്ചിരുന്നു. നല്ലൊരു സാരിയാണ്. ഇതിന്റെ ഒരു ലൈറ്റ് കളറാണ് കേട്ടോ, പീച്ച് പോലത്തെ, പീച്ചല്ല, ഒരു നല്ലൊരു ലൈറ്റ് കളർ സാരി കണ്ടോ, ഇങ്ങനെ. ഇതാണ് പല്ലു. സാരി നമ്പർ 44. അടുത്ത സാരി നമ്പർ 45. നല്ലൊരു കളർ സാരിയാണ്, നല്ല ലൈറ്റ് പേസ്റ്റൽ കളർ തന്നെയാണ്. അതിന്റെ ബോർഡർ ഒക്കെ നല്ല ഭംഗിയാണ്, സിൽവറും ഗോൾഡനും ഒക്കെ കൂടെ ഒരു കസവ് വരുന്ന നല്ലൊരു സാരി. സാരി നമ്പർ 45 ആണ്. ഇങ്ങനെ വരും അതിന്റെ പല്ലു, ഉണ്ടോ സൂപ്പർ പല്ലു ഇങ്ങനെ വരും. അടുത്തത് സാരി നമ്പർ 46. അടിപൊളി സാരി ഉണ്ടോ, ആ കസവിനൊക്കെ എന്തൊരു എടുപ്പ്. നല്ലൊരു ചോക്ലേറ്റ് കളർ അല്ലേ, അതില് നല്ലൊരു കസവിന്റെ അത് നല്ല ഭംഗി. ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗി സാരിക്ക്.
ഒത്തിരി ആൾക്കാർ ആ സാരി വരുമ്പോൾ പറയണ, ഈ സാരി വരുമ്പോൾ പറയണ, നമ്മൾ എത്രയാന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെക്കുക. ഒത്തിരി പേര് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഒന്നും നമ്മൾ ഒന്നത്തെ ബംഗാൾ കോട്ടൺ സാരി റിപ്പീറ്റ് ചെയ്ത് വരുന്നത് വളരെ ചുരുക്കമാട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഫോട്ടോ എടുത്ത് അയച്ചാൽ നിങ്ങൾക്ക് അത്ര ഭംഗി അറിയാൻ പറ്റില്ല. അതുകൊണ്ടും കൂടിയാണ് ഫോട്ടോ എടുത്ത് അയക്കാത്തത്. ഇങ്ങനെ വരും സാരി നമ്പർ 46. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ക്ഷമിക്കുക. അടുത്തത് സാരി നമ്പർ 47. നല്ലൊരു ബേജ് കളർ കണ്ടോ, ഇങ്ങനെ വരും. നല്ല ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ബോർഡർ ഒരു ലൈറ്റ് ബ്ലൂ കളർ ബോർഡർ. സാരി നമ്പർ 47. ഇതിന്റെ പല്ലു ഇങ്ങനെ വരും. പല്ലു അടിപൊളി പല്ലുവാണ്. അടുത്തത് സാരി നമ്പർ 48. നല്ല ഗോൾഡൻ കളർ. സൂപ്പർ സാരി കേട്ടോ. എല്ലാ സാരിയും സൂപ്പറാ കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ വരും. സാരി നമ്പർ 48. ഞാൻ വീണ്ടും പറയുന്നു, ഇത് സാധാ കോട്ടൺ സാരിയാണ് കേട്ടോ. എടുത്തെടുത്ത് പറയുന്ന കാര്യം വെച്ചാൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചിട്ട് സാരി വാങ്ങിക്കില്ല. 499 സാരിയാന്നും കൂടെ വിചാരിക്കണം. അതിനുള്ള ക്വാളിറ്റിയും ഭംഗിയും ഒക്കെ ഇതിനുണ്ട്. കണ്ടോ, ഇങ്ങനെ വരും. ഗോൾഡൻ കളർ. ഇങ്ങനെ വരും പല്ലു. സാരി നമ്പർ 48. അടുത്തത് സാരി നമ്പർ 49. നല്ലൊരു ക്രീം കളർ സാരിയാണ് കേട്ടോ. ബേജ് അല്ല, ക്രീമാണ് കേട്ടോ. അതിൽ നല്ല ഭംഗിയുള്ള പ്രിന്റും നല്ല ഗോൾഡൻ കളർ ബോർഡർ ഇങ്ങനെ വരും. സാരി നമ്പർ 49 ആണ്. നല്ല സാരിയാണ്. ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതൊക്കെ ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇതൊക്കെ വീഡിയോയിലൊക്കെ കാണുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. 49. അടുത്തത് സാരി നമ്പർ 50. നല്ല കളറാ കേട്ടോ. നല്ലൊരു ലൈറ്റ് ഷെയ്ഡാ, പിങ്കിന്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരും ബോർഡർ. ഈ സാരിക്കൊക്കെ കണ്ടോ, നല്ല കട്ടിയാ, നല്ല സ്റ്റാർച്ചും ഇതിനൊക്കെ കണ്ടോ. നല്ല സാരി. ഇതിന്റെ പല്ലു കാണിക്കാം കേട്ടോ. ഇങ്ങനെ വരും ഇതിന്റെ പല്ലു. നല്ല അടിപൊളി പല്ലു. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും വേണ്ടവര് താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മെസ്സേജുകൾ അയക്കാൻ നോക്കുക. ഫോൺ വിളിച്ചു കഴിയുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആവും. ഇതിന്റെ ഇടയ്ക്ക് ഫോൺ വിളിച്ച് എടുക്കാൻ പറ്റില്ല, കട്ടായി പോകും. കാരണം അതുപോലെ മെസ്സേജസ് വരുന്നതാണ് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ. നാളെ വേണമെങ്കിൽ ഫോൺ വിളിച്ചോളൂ നിങ്ങൾ. പക്ഷെ ഇന്ന് കുറച്ച് സമയത്തേക്ക് വിളിച്ചാൽ കിട്ടില്ല, അത്രയ്ക്ക് മെസ്സേജുകൾ വരുന്നതാണ്. അപ്പൊ നമുക്ക് അതും ഡിലേ ആകും. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിലേ ആയിപ്പോകും. അതുകൊണ്ട് മെസ്സേജുകൾ അയക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് വാങ്ങുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇനി ബംഗാൾ കോട്ടന്റെ വീഡിയോ ശനിയാഴ്ച ഉണ്ടായിരിക്കും കേട്ടോ. ബാക്കി സാരികൾ അന്നേരം കാണിക്കും.